അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പ്ലാന്റ് സെയിലായിട്ടാണ്. അതിന് മുമ്പ് കുറച്ച് അപ്ഡേറ്റ്സ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ പ്ലാന്റ് ബ്ലൂം ചെയ്തതാണ്. ഇതിൻ്റെ എൻ്റെ കയ്യിൽ 2 കളക്ഷനാണ് ഉള്ളത്. ഇതൊന്ന് ഈ ഒരു പേർപ്പിൾ കളറും പിന്നെ വരുന്നത് ഡാർക്ക് വയലറ്റും വെള്ളയും കൂടി മിക്സായ ഫ്ലവർ വരുന്നതാണ് എൻ്റെ കയ്യിൽ വേറൊരു പ്ലാന്റ് ഉള്ളത്. പിന്നെ ഇത് ബിഗോണിയ പ്രൊപ്പഗേഷൻ്റെ ലീഫ് കട്ടിങ്സ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് വേറൊരു ബിഗോണിയ ഒരു ലീഫ് തണ്ടോട് കൂടി വെച്ചിട്ട് അതിൽ നിന്ന് പുതിയ പുതിയ തൈകൾ വരുന്നതാണ്. നമുക്കപ്പോൾ 2-3 തൈകൾ കിട്ടും. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇത് ഫസ്റ്റ് പ്ലാന്റ് സെയിലിനുള്ളത് ഫിലോഡെൻഡ്രോണിൻ്റെ മൈക്കൻ്റെ പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് ഹാർട്ട് ലീഫ് ഫിലോഡെൻഡ്രോൺ ആണ്. ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും 50 റുപ്പീസാണ്, 50 രൂപയാണ്. കേരളത്തിനകത്ത് മാത്രം നമ്മൾ കൊറിയർ ചെയ്യുന്നുള്ളൂ. വേണ്ടവർ കോൺടാക്ട് ചെയ്യുക, ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇത് കലാത്തിയരെ 2 ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ്. വെയിൽ അല്ലെങ്കിൽ ചൂടേറ്റിട്ടാണ് അതിൻ്റെ കളർ വരുന്നത്. നിങ്ങൾ തണലത്ത് വെച്ചാൽ മതി, നല്ലോണം നനച്ചും കൊടുക്കുക. ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റിൽ വെക്കാൻ നോക്കുക. ഇത് മരന്ത ലിയോ കാർണിയ എന്ന് പറഞ്ഞാൽ കലാത്തിയ ഫാമിലിയിൽ പെട്ട വേറൊരു പ്ലാന്റ് ആണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റ് ഡ്വാർഫ് വെറൈറ്റി ആണ്. ഇതൊക്കെ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് പ്ലാന്റ് ആണ്. മെയിൻ്റനൻസ് വളരെയധികം കുറവാണ്. പിന്നെ വരുന്നത് കലാത്തിയ ചാർലി ആണ്. ഇതിൽ 2-3 ഷൂട്ട് വരുന്നുണ്ട്. അതിലിപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് ചൂട് കൂടിയിട്ട് ലീഫിലേക്ക് ബേൺ തട്ടിയിട്ടാണ്. പിന്നെ ഇത് വരുന്നത് എപ്പീഷ്യയുടെ പ്ലാന്റ് ആണ്. ഇതിൽ നിന്ന് പുതിയ പുതിയ തൈകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് കോക്കോപ്പിറ്റിലോ മണ്ണിലോ നമുക്ക് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റിൽ വെക്കാവുന്നതാണ്. ഇതതിൻ്റെ ഫ്ലവറാണ്. വയലറ്റ്, ലൈറ്റ് വയലറ്റ് കളറാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഇത് വരുന്നത് എപ്പീഷ്യയുടെ റോസ് കളർ ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യൊരു തൈ ഉണ്ടെങ്കിൽ തന്നെ. ഇതൊക്കെ ഡയറക്റ്റ് വെയിലത്ത് വെക്കാതെ ഇരിക്കുക. ഇത് സിങ്കോണിയത്തിൻ്റെ റോസ് കളർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ക്ലൈംബറോ ക്രീപ്പറോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വളർത്താം. ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് മണി പ്ലാന്റിൻ്റെ മാർബിൾ പോത്തോസ് ആണ്. എല്ലാ പ്ലാന്റിനും 50 റുപ്പീസാണ്. വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്